അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അബ്ദുൽ നാസർ മദനി ഉസ്താദ് വീണ്ടും ഹോസ്പിറ്റലിൽ ICUവിലായിരിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഒന്ന് ദുആ ചെയ്യണേ. ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവസാനമായി പറഞ്ഞതും അതുതന്നെയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറയണേ എന്ന്. അതാണ് നമ്മുടെ ആയുധം, അതുതന്നെയാണ് നമുക്ക് വിശ്വാസം, അതുതന്നെയാണ് ഉസ്താദും ആശ്രയം തേടുന്നത്. പല ആപത്ത് ഘട്ടത്തിലും പടച്ചറബ്ബ് ഉസ്താദിനെ കൈവിടുന്നില്ല. ഇതിലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉസ്താദ് ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. അവിടുന്നൊക്കെ അത്ഭുതം കാണിച്ചിരുന്നു പടച്ചറബ്ബ്. കൈവിടില്ല ഉസ്താദിനെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ദുആ ചെയ്യണേ. നാളെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെയൊക്കെ ദുആയാണ് പടച്ചറബ്ബ് കേൾക്കുന്നത്. ഉസ്താദിൻ്റെ എല്ലാ കഥകളും നമുക്കറിയാവുന്നതാണ്. പാവം ഉസ്താദിന് നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് മാത്രമേ അറിയാവൂ ഉസ്താദിനെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയധികം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊത്തിവെച്ച ഉസ്താദ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലിപ്പിച്ച ഉസ്താദ്, ദീനിന് വേണ്ടി രാവെന്നില്ല പകലെന്നില്ലാതെ ഘോരഘോരം സംസാരിച്ച നമ്മുടെ ഉസ്താദ്, ഒരു തെറ്റും ചെയ്യാതെയാണ് ഉസ്താദ് ഈ അവസ്ഥയിലായത്. നല്ലൊരു യൗവന പ്രായം മുഴുവനായി ഉസ്താദ് പീഡനങ്ങൾ അനുഭവിക്കുകയായിരുന്നു. തളർന്നില്ല. തളർത്തല്ലേ പടച്ചറബ്ബേ, നീ ആരോഗ്യവും ആഫിയത്തും നീ കൊടുക്കണേ റബ്ബേ. ആ ശബ്ദം നീ മുട്ടിക്കല്ലേ റബ്ബേ. പടച്ചറബ്ബേ, ഇതിലും വലിയൊരു അവസ്ഥയിൽ നമ്മുടെ ഉസ്താദിനെ നീ തിരിച്ചു തന്നിട്ടുണ്ട് റബ്ബേ. നമ്മുടെയൊക്കെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. നമ്മുടെ ഉസ്താദിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. നല്ല പൗരുഷത്തോടുള്ള ഉസ്താദിനെ ഞങ്ങൾക്ക് നീ തിരിച്ചു തന്നേക്കണേ റബ്ബേ. നമ്മുടെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ഉസ്താദാണ് റബ്ബേ. നമ്മുടെ ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നിന്റെ അത്ഭുതം, നിന്റെ കുദരത്ത് ഉസ്താദിൽ നീ കാണിക്കണേ റബ്ബേ. സത്യത്തിൻ്റെ മുഖം നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ. ഒരു തെറ്റും ചെയ്യാതെയാണ് റബ്ബേ പാവം ഉസ്താദ് ഈ നല്ലൊരു യൗവന കാലം മുഴുവൻ പീഡനങ്ങൾ അനുഭവിച്ചത്. പടച്ച റബ്ബേ, നിനക്കെല്ലാം അറിയാലോ റബ്ബേ. നീ തന്നെ കാക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് ദുആ ചെയ്യണം. അതിനും പറ്റാത്തവരാണെങ്കിൽ അൻസാരി ഉസ്താദ് ഉംറ നിർവഹിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിനൊന്ന് ആമീൻ പറയണേ. അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് രോഗശയ്യയില സംഗീതമാണെന്നറിയാൻ കഴിഞ്ഞു. ഖാലിഖായ റബ്ബേ, കഅബയുടെ റബ്ബേ, സൃഷ്ടിയുടെ വേദനകൾ ഏറ്റെടുക്കുന്ന തമ്പുരാനെ, ഉസ്താദിനെ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ, പരിപൂർണമായ രോഗശമനം നൽകണേ റഹ്മാനെ. വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി വന്ന് റബ്ബേ ഞങ്ങളെ അഭിമുഖീകരിക്കാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഹബീബിന്റെ പരിശുദ്ധമായ വചനങ്ങളും അവിടുത്തെ ജീവിത വിശുദ്ധിയും ഞങ്ങൾക്ക് ആസ്വാദകരമായ രൂപത്തിൽ പറഞ്ഞു തരാൻ നീ ആരോഗ്യം നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഉംറ ചെയ്തു വരുന്നവരാ, പരിശുദ്ധമായ ഭൂമികയിലൂടെ സഞ്ചരിക്കുന്നവരാ റബ്ബേ. ഈ സ്ഥലത്തിന്റെ, ഈ സമയത്തിന്റെ, ഈ നേരത്തിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ കാവല് നൽകുക അല്ലാ, നിന്റെ ശിഫ നൽകുക അല്ലാ. പടച്ച റബ്ബേ, നമ്മുടെ പ്രിയപ്പെട്ട പാവം ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം നീ കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ, നാളെ വെള്ളിയാഴ്ചയാണ്, ജുമാ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.